ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ബാലകൃഷ്ണേട്ടൻ. സൂം ചെയ്ത് നോക്കട്ടെ, തൊട്ടടുത്ത കളിച്ചാപ്പാണ്. പക്ഷെ ഇവിടെ ഫുഡ് മാത്രമേ ഈ കാണുന്ന ഒന്നൊന്നര ഐറ്റംസ് കാണുമ്പോൾ ചെറിയ കടയാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ വേറെ ലെവലാണ്. എന്നാ പിന്നെ നമുക്ക് ഓർഡർ ചെയ്താലോ? ഈ പൊരിച്ച് വെച്ചിരിക്കുന്ന കണ്ട മക്കളെ, നമ്മളൊരു കരിമീനും മാലാനും അങ്ങോട്ട് പറയും. പ്രധാന ഐറ്റം വരാൻ പോണേ. ഭംഗിക്ക് നൈസ് പത്രിയും പോളിംഗ്. ദേവ അന്ന് മക്കളെ നല്ല നാടൻ ഞണ്ട് കറി, ഭംഗിക്ക് കൂന്തൽ ഫ്രൈ. ഈ കിടക്കണ് കണ്ടിട്ട് കൊത്തിയിട്ട് വരാം. ദേവ അടുത്ത ഐറ്റം ഈ വന്നാണ് മുരു. ഓ എജാതി ഞണ്ടൊരു വികാരം. ഞണ്ടിനെ കണ്ടപ്പോൾ അനുവിന്റെ എക്സ്പ്രഷൻ നോക്കി. ഐറ്റംസും ഇഞ്ഞും വരണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ആവില്ല വെയിറ്റ് ചെയ്യാം. ഞാൻ കൂന്തൽ മന്ദാണ്ട് തുടങ്ങി. നൈസ് പത്രിയും കൂന്തലും കൂടെ മിക്സ് ചെയ്ത് വായിലേക്കാൻ വെച്ചാൽ മോനെ. അത് കഴിഞ്ഞിട്ട് പോളിംഗ് കൂന്തൽ. ഹൗണ്ടടാ എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ. ഇനിയാണ് നമ്മുടെ താരങ്കാരി എന്താ ഭംഗിയിലെ കാണാൻ. ഹൗണ്ടടാ സെറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നല്ല നാടൻ കോഴിന്റെ പാടുത്ത് വന്നത്. ഒപ്പം പൊരിക്കണ ചട്ടിന്ന് ഓട്ടർ ചെളിച്ച് വന്ന മാലാനും ഒക്കെ പാടെ കണ്ടിട്ട് അനുവിന്റെ കണ്ട് തള്ളി പുറത്തേക്ക് വന്നു. കാരണം അവന്റെ ചിലവാണ്. അതൊന്നും ഇപ്പോൾ ഇവിടുത്തെ വിഷയമല്ല. കരിമീൻ എങ്ങനെ നോക്കാം. ഹൗണ്ട് മോനെ ഒന്നിനൊന്നും വെച്ചാൽ. ഓ മാലാനാണെങ്കിലും അതും പൊളി. എന്നാ പിന്നെ ഞണ്ടുകറി നോക്കിയാലോ? ഈ ഞണ്ടുകറി എന്ന് പറഞ്ഞിട്ട് ഫേവറേറ്റ് ആണ്. എങ്ങനെ ഇവർക്ക് തെല്ലും കൂടെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റും. അടുത്തത് ഒളിമ്പിക്സിന്റെ പട്ടം പോലുള്ള കൂന്തൽ. അത് കഴിഞ്ഞിട്ട് മുരു. എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, ഈശ്വര ഭഗവാനെ വയറ് നിറഞ്ഞു പോലെ. ഓ ആ ഞണ്ട് കിടക്കിട്ട് കണ്ട കൈ. പിന്നെ രസമായിട്ട് ഒരു പൊരിച്ച പത്രിയും കൂടെ പറഞ്ഞു. ആ പത്രിന്റെ എടുത്തിട്ട് ഞണ്ടുകറിൽ മുക്കിയിട്ട് കഴിച്ചിട്ട് മോനെ പൈസലൊക്കെ തിന്നൊരു വൈക്ക്. അനുവിനെ പറയണ്ട, മിക്കവാറും ഒരു വൈക്ക് പിന്നെ തിന്നിട്ട് നീക്കാനും കൂടെ വയ്യ. എന്തായാലും മീനൊക്കെ പിന്നെ ഈ കോലത്തിലായി. ടേബിളൊക്കെ പാടെ യുദ്ധം നടന്ന മാതിരി ഒന്നും പറയാൻ മക്കളെ. നല്ല അടിപൊളി ഫുഡാണ്. ഈ സ്ഥലത്തിന്റെ പേര് ഒൽപ്രങ്കടവ്. ഒൽപ്രങ്കടവ് പാലത്തിന്റെ പുറത്ത് കൂട്ടുമുച്ച് റോഡ്. അപ്പൊ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി നോക്കി.